ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ 2 അടിപൊളി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 ഡ്രിങ്ക്സാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞ് വിശപ്പും ദാഹമൊക്കെ മാറാൻ ഇതിൽ 1 ഗ്ലാസ് കുടിച്ചാൽ മതി. ഒരു തവണ ഉണ്ടാക്കിയാൽ അത് വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സാഗോ ഫ്രൂട്ട് ഡ്രിങ്ക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്ര ഗ്ലാസ്സാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ മിക്സാക്കിയാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിലെ എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ സാഗോ ഒന്ന് അല്ലെങ്കിൽ ചവ്വരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടുവെള്ളത്തിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സാഗ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിലും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സാഗ് ഒന്ന് തമ്മി ഒട്ടാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ സാഗോ നമ്മൾ നേരത്തെ ആറാൻ വെച്ചിരിക്കുന്ന ഈ പാലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിലല്ല, താഴെ തട്ടിൽ വെച്ച് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആപ്പിളും മാങ്ങയും നമ്മുടെ ഡേറ്റ്സും ചെറിയ പഴവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഈ തണുക്കാൻ വെച്ചിട്ടുള്ള ആ പാലിലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് ഇളക്കി കഴിയുമ്പം നമ്മുടെ സാഗോ ഫ്രൂട്ട് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തായാലും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിപൊളി സാഗോ ഫ്രൂട്ട് ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രിങ്ക് സേമിയ ഫ്രൂട്ട് ഡ്രിങ്കാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാലാണ്. ഇത് ഞാൻ പാല് തിളപ്പിച്ച് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുള്ളതാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് സേമിയാണ്. ഇത് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള സേമിയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാംഗോയും ആപ്പിളും ചെറിയ പഴവുമാണ്. പിന്നീട് കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി പിസ്ത എസൻസ് ആണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ പാൽ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സേമിയ ഫ്രൂട്ട് ഡ്രിങ്ക് റെഡിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.